കയറേണ്ട. ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് 80 രൂപയായി മാഹിയും വരെ പോകാൻ. അപ്പോൾ ഇതിൽ പോകാനുള്ള പരിപാടി ഈ ട്രെയിനാണെന്ന് തോന്നുന്നു പോകുന്നത്, ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ നോക്കാം, ഇതിൽ കയറി നോക്കണം. മാഹിം ഫസ്റ്റ് ക്ലാസ്, ലേഡീസ് ഓൺലി ഫസ്റ്റ് ക്ലാസ്സിൻ്റെ കൗണ്ടർ. അതൊരു വണ്ടി വിട്ട് ഇതെപ്പോഴും ഭയങ്കര സ്പീഡിൽ പൊക്കോണ്ടിരിക്കും, ഫുൾ ടൈം ഭയങ്കര ഫാസ്റ്റ് ആയിട്ടേ. പിന്നെ ആരോട് ചെന്ന് ചോദിക്കുന്നത് മാഹിം പോവെന്ന്. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ കൗണ്ടറൊന്നും കാണുന്നില്ല, വണ്ടി വിട്ടുപോയാൽ അറിയത്തില്ല ഫസ്റ്റ് ക്ലാസ്. അവിടെ പോയി കയറും. അപ്പം നമ്മൾ വണ്ടി എത്തിയിരിക്കുകയാണ്. അങ്ങോട്ട് പോകുന്ന വണ്ടിക്ക് കാലിയാണ്, അങ്ങോട്ട് പോകുന്ന വണ്ടി തിരക്ക് കുറവാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ ആരുമില്ല, മനുഷ്യരാരുമില്ല. നമ്മൾ ഈ വണ്ടി കയറി നേരെ മാഹിം പോവാം, അവിടെ നിന്ന് നേരെ ധാരാവി. ഓക്കെ, എനിക്കറിയത്തില്ല, ഞാൻ അറിയാത്തതുകൊണ്ട് ആൾക്കാരോട് ചോദിച്ചു. മാഹിം പോയത് ബാന്ദ്ര വഴി മാഹിം പോകുന്നത് ട്രെയിനാണെന്ന് ഇവരുടെ കയറാനുള്ള പരിപാടിയാണ്. അപ്പം വണ്ടിയിൽ ആരുമില്ല, കാര്യം ഓഫീസ് ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാരല്ല ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് തിരിച്ച് റിട്ടേൺ വണ്ടി പോകുമ്പോഴത്തേന് വലിയൊരാരും കാണുന്നുണ്ട്. കുറച്ച് ദൂരം ഓടിക്കഴിയുമ്പോഴത്തേക്കിനെ ഉള്ളതായിരിക്കും ചിലപ്പോൾ ആൾ കാണുള്ളൂ. ഇതിപ്പോൾ കാര്യമാണ് ഫസ്റ്റ് ക്ലാസ്. തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ക്ലാസ് എടുത്തല്ല എടുക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് തിരക്കിനകത്ത് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഓരോ സ്റ്റോപ്പിനകത്ത് നിസ്സാര സമയത്തെ വണ്ടി നിർത്തും. അപ്പം ആ ചെറിയ സമയത്ത് വണ്ടി നിർത്തുമ്പോഴത്തേക്കിന് വണ്ടി എടുക്കാൻ പോകുന്നത് ചെറിയ സമയത്ത് വണ്ടി നിർത്തുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി ചാടി ഇറങ്ങാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മളാണ്ട് വണ്ടി എടുക്കാൻ പോകണം, വണ്ടി കയറാൻ പോകാം ഗൈസ്. ഓക്കെ, വണ്ടി എടുത്ത് ചാടി കയറി ഗൈസ്. ഞാൻ വണ്ടി എടുത്തപ്പോഴേ വണ്ടി പണി കിട്ടി, ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. എൻ്റെ വണ്ടിയിൽ നിന്ന് വണ്ടി പോയാൽ പിച്ചിലടിച്ചായിരുന്നു, പണി കിട്ടിയാണ് ഇപ്പം ഗൈസ്. അയ്യോ, വണ്ടി സ്പീഡ്, വണ്ടി എടുത്ത് ഒറ്റ എടുപ്പായിരുന്നു പണി കിട്ടുന്നത്. ഞാനത് പെട്ടെന്ന് എന്താ വണ്ടി എടുത്തെന്ന്. അയ്യോ, ഇപ്പം എൻ്റെ വണ്ടി വിട്ട് പോകാന് വണ്ടി കിട്ടുന്നില്ല ആകെ. അയ്യോ, ഫസ്റ്റ് ക്ലാസ് എടുത്തത് ഭയങ്കര അബദ്ധമായിപ്പോയി. ആരുമില്ല, ഫുള്ള് കാലിയാണ് ഗൈസ്. ഞാൻ റിട്ടേൺ ടിക്കറ്റ് കൂടെ എടുത്ത്, മുമ്പേ CST റിട്ടേൺ കൂടെ എടുത്ത്. ഇപ്പം ഞാനും പോകാൻ എൻ്റെ വണ്ടി പോകാൻ എല്ലാം പോകാനെ ഫുള്ള് നമുക്ക് പണി കിട്ടിയത്. പിന്നെ അപ്പോൾ ഇന്നേരം മാഹി ചെന്നിട്ട് മാഹിൻ്റെ കാര്യങ്ങളെല്ലാം അയച്ചു തരാം. ഓക്കെ, ബൈ. മൊത്തം ഈ ട്രെയിനാണ് മൊത്തം. ഇതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞാൽ ഓടി വരുന്നത്, ഇവിടെ നിന്ന് പറഞ്ഞാൽ അതും കാലിയാണ്, ഫുള്ള് കാലിയാണ്. സ്റ്റേജ് ഫോണ് പിടിച്ച് പറിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ ഗൈസ്. നമ്മൾ മാഹി നമ്മളെ വണ്ടി പോയി, ട്രെയിൻ പോയി എടുത്തു. ഞാൻ ധാരാവിയിലോട്ട് പോവാണ്. അതുവഴി നേരെ നടന്നു പോവാം. തിരക്കാണ് മൊത്തം. ധാരാവി ഗലിയിലോട്ട് എത്താൻ പോവുക ഗൈസ്. ധാരാവി, നിങ്ങൾ ധാരാവി നിൽക്കുമ്പം ഭയങ്കര ഇത് അതൊക്കെ മാറി, പഴയ സ്റ്റൈലൊന്നും അല്ല ഇപ്പം. പഴയ ധാരാവി അല്ല ഇത്, പുതിയ ധാരാവി. അതൊക്കെ ഒരുപാട് കടകളൊക്കെ പഴയ സിസ്റ്റം മൊത്തം മാറി. സിസ്റ്റം അല്ല, പഴയ തല്ലിപ്പുളി അങ്ങനെ അലമ്പൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ, ഉണ്ടായസ അങ്ങനെയുള്ളതൊന്നുമല്ല ഇപ്പം. അതെല്ലാം മാറി. ചേരികളൊക്കെ ഇപ്പോഴും ഉണ്ട്, ബിൽഡിങ് അങ്ങനത്തെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ താഴത്ത് ധാരാവി റോഡാണ്, താഴെ കാണുന്നത് ധാരാവി റോഡ്. അപ്പോൾ നമുക്ക് റൈറ്റ് തിരിഞ്ഞാൽ ധാരാവിയിലോട്ട് പോകുന്നു, റൈറ്റ് സൈഡ്. നമുക്ക് ഈ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ കേട്ടിട്ടുണ്ടായി സിനിമയ്ക്കകത്ത്. ആ പറഞ്ഞ ധാരാവി ഇതാണ് കേട്ടോ. ധാരാവി എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ധാരാവി ഇതാണ്. ധാരാവി റോഡ്. നമ്മൾ താഴത്തോട്ട് ഇറങ്ങും, കാര്യം കാണിക്കും. ഞങ്ങളുടെ ഓഫീസ് ഇവിടെയാണ്, ധാരാവിയിലാണ്. ധാരാവി റോഡ്. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ബിൽഡിങ്സ് ഇവിടം വരെ വരുള്ളൂ, അതിനകത്തോട്ട് കയറുന്നില്ല. ധാരാവിക്കകത്തോട്ട് അലൗഡല്ല വണ്ടിയൊന്നും പോകാൻ. ധാരാവി ഉണ്ട്, ഇവിടുത്തെ വെള്ളമൊക്കെ കിടക്കണം. ഇവിടം വരെ ഞങ്ങൾ കാര്യം വന്നിട്ട് ഇവിടെ നിന്ന് നടക്കണം അപ്പുറത്തോട്ട്. ടി ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട്, അപ്പുറത്തെ സൈഡിലെ ടി ജംഗ്ഷൻ. ഇവിടുത്തെ വെള്ളമൊക്കെ ഉണ്ട്.
ഒന്ന് തിരക്ക് കുറവ്. ടി ജംഗ്ഷൻ, അവിടെ ടി ജംഗ്ഷൻ ഉണ്ടാക്കണമെന്നുണ്ട്. അതാ ടി ജംഗ്ഷൻ. ധാരാവി കേട്ടിട്ടുണ്ടോ? ഒന്ന് താഴത്തോട്ട് റോഡാണ്. ബോർഡ് കണ്ടോ? ബോർഡ് UMC ധാരാവി കണ്ടല്ലോ ബോട്ട്. ഗലിയൊക്കെ നോക്കി എല്ലാം സെറ്റാക്കി. റോഡാണ് ചേരി അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം ബാക്ക് സൈഡ് ഞാൻ ഇപ്പം കാണിച്ചില്ലേ, അവിടെയുള്ളൂ ചേരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ഓഫീസ് റോഡ്, ഓഫീസിലോട്ട് പോകുന്ന റോഡ് മൊത്തം വൃത്തിയായിട്ട്, മൊത്തം ടാക്സി അവിടെ ഫുള്ള്. അപ്പോൾ ഇവിടെ കടകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടത്തെ ചേരി അതെല്ലാം മാറി എല്ലാം നല്ല നല്ല കടകളൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ടോട്ടല്. ഞാനതാ വെജിറ്റബിൾ മാർക്കറ്റ്, ധാരാളം വെജിറ്റബിൾ മാർക്കറ്റ്. അവിടെ നല്ലതായിട്ട് ഫ്രൂട്ട്സ് കഴിക്കും, എല്ലാ ഫ്രൂട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിക്കും. ഓഫീസ് റോഡിലോട്ട് പോകണം. കത്തിയുണ്ടോ? ട്രെയിനിലായിരുന്നു നമുക്ക് കത്തി മേടിക്കാറ്. നല്ല കത്തി മേടിക്കാൻ പറ്റത്തില്ല. ധാരാവിലെ ഒരു ഫേമസ് നല്ലൊരു ബിരിയാണി കടയാണ്. ബിരിയാണി മുസ്ലിംസ് ഏരിയ ആയതുകൊണ്ട് ഫുഡിനൊരു കുറവില്ല. അവിടെ ഫുള്ളും ഫുഡാണ്. ധാരാളം നമ്മുടെ ഓഫീസിൽ തന്നെ ഒരു ദൂരം നല്ല ഓടെ കഴിയുമ്പോൾ ഓഫീസിൽ. ഓക്കെ, ഇപ്പം നമ്മുടെ ഓഫീസിലിരിക്കുന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെയാണ് നമ്മുടെ ഓഫീസ്. ഇവിടെ ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടത്തെ സ്റ്റൈലില്ല ബിൽഡിങ്ങൊക്കെ, നല്ല വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെതായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ധാരാവി എഴുതിയിരിക്കുന്ന ബോർഡ് വല്ലതും നിങ്ങളെല്ലാം കണ്ടോ മക്കളെ? ബോർഡ് ഞാൻ 2-3 ഷോട്ടിനകത്ത് ഇട്ടിട്ടുണ്ട്, എടുത്ത് നോക്കുക. ഓക്കെ, അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന വഴി തെറ്റിയായിരുന്നു. അവിടെ പോയി നോക്കാം. ചെമ്പട ബസ്സാണ്, അതല്ല ചെമ്പട ബസ്സാണ്. തോലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കിട്ടും സ്ഥലം. ധാരാവി എന്ന് പറഞ്ഞതാണ് കേട്ടോ, നല്ല സ്ഥലമാണ്. ഫൈനലി ഗോഡ് ഓഫീസ്. ഇവിടെ കൈസ് എൻ്റർപ്രൈസസിലെത്തിയിരിക്കുകയാണ്. ഓഫീസിൽ ഓഫീസിലോട്ട് കയറുന്നത്. ഞാൻ ഓഫീസിൽ എത്തിയിരിക്കുന്നു. ഞാൻ ഓഫീസിൽ കയറിയിട്ട് ഇപ്പം പുറത്തിറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളുടെ ഓഫീസാണ്. അകത്ത് റഷീദ് ഭായും കൈസ് ഭായി ഇരിപ്പുണ്ട്.
റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പുള്ളി പോയി. 6 നമ്പർ പ്ലാറ്റ്ഫോമിലാണ് എനിക്ക് പോകേണ്ടത്. ഫസ്റ്റ് ക്ലാസ്സിലോട്ട് ഞാൻ അങ്ങോട്ട് പോകാൻ നടന്ന് കയറി പോകാൻ പോകും ഗൈസ്. നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് മേളിലോട്ട് കയറി നടക്കുക. മാഹി റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, റെയിൽവേ സ്റ്റേഷനിൽ മാഹി സ്റ്റേഷനിൽ വന്നിരിക്കുക. അപ്പം വണ്ടി ഇപ്പം വരും. 6 നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഫസ്റ്റ് ക്ലാസ് കോച്ചാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഒരാളോട് ചോദിച്ചും പറഞ്ഞു ഫസ്റ്റ് ക്ലാസ് കോച്ച് ഇന്നിപ്പോൾ ഈ സമയത്ത് തിരക്കാണതില്ല, ഏത് കോച്ചിലും കയറാമെന്ന് പറഞ്ഞു. അപ്പം വണ്ടി വന്ന ഉടനെ കയറാനുള്ള പരിപാടിയാണ് ഗൈസ്. ഓക്കെ.